നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ, പടം കണ്ടില്ല കേട്ടോ. എനിക്ക് രാവിലെ ഒന്നും ടിക്കറ്റ് കിട്ടിയില്ല. എനിക്ക് ടിക്കറ്റ് രാത്രി 8 മണിയുടെ ഷോക്കങ്ങാറ്റാണ് എനിക്ക് ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ 8 മണിക്ക് പടം കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ ഒക്കെ ഞാൻ നോക്കി. ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് പറഞ്ഞത് കിടിലം പടമാണ്, തീപ്പടമാണ്, അതുപോലെ തന്നെ മമ്മൂക്ക കത്തിച്ചിട്ടുണ്ട്, മമ്മൂക്കയാണ് അതിൻ്റെ അകത്ത് നായകൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ടെക്നിക്കലായിട്ട് കുറച്ച് ഫെയിലാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തൊക്കെയാലും ഒരു കാര്യം ഞാൻ പറയാം, മലയാള സിനിമ റിവ്യൂ ചെയ്യാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഭീഷണിയാണ്. മലയാള സിനിമയെ പറ്റിയിട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് നമ്മളെ എന്തോ അങ്ങ് ഉണ്ടാക്കി കളയും എന്നുള്ള രീതിയിൽ, നല്ല രീതിയിൽ ഭീഷണി വരുന്ന ഒരു സംഭവമാണ് ഈ മലയാള സിനിമ. ഉള്ള കാര്യം പറയാൽ എൻ്റെ അഭിപ്രായത്തിന് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തച്ചുടച്ച് വേണ്ട സമയം കഴിഞ്ഞിന്. കാരണം എന്താ പറയുക, ഇവന്മാരുടെ അവസാനത്തെ ഭയമാണ് ഇവന്മാർക്ക്. ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈടുന്നല്ലോ കൊണ്ടുവന്ന പണമാണ് ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നത്. ഞാൻ ഈ സിനിമയെ പറ്റിയല്ല പറയുന്നത്. കഴിഞ്ഞൊരു സിനിമക്കൊക്കെ എന്ന് പറഞ്ഞാൽ റിവ്യൂ പറഞ്ഞപ്പോൾ കൊല്ലുന്നോ മറ്റേതാക്കുന്നോ ഒക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാവിൻ്റെ ആളാന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിന്നെ അങ്ങ് ഉണ്ടാക്കി കളയും. ഈ ഇട്ടാവട്ട കേരളത്തിൽ ഇവന്മാർക്ക് ഈടുന്ന ഇത്രയും പാട് പൈസയും കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കുന്നതാണ്. ഇവന്മാരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പടത്തിന് കുറേ പൈസയും ഇറക്കും, അത് കഴിഞ്ഞിട്ട് ആ പടം പൊട്ടുകയും ചെയ്യും. ഏതായാലും പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമ തന്നെയാണ്. അത് ഇന്ന് തിയേറ്ററിൽ വന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് രാവിലെ ടിക്കറ്റ് കിട്ടിയില്ല. ഏതായാലും ഞാൻ ഇങ്ങനെ ഓരോ റിവ്യൂ ഇങ്ങനെ കാണുമ്പോൾ, നമ്മളെ കോക്കിൻ്റെ റിവ്യൂ, അത്യാവശ്യം സിനിമേനെ പറ്റിയിട്ട് റിവ്യൂ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മമ്മൂക്ക സിനിമേനെ പറ്റിയിട്ട് കോക്ക് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിറ്റാവും. അതായത് കോക്ക് ഏതെങ്കിലും തരത്തിൽ മമ്മൂട്ടീൻ്റെ സിനിമേനെ പറ്റിയിട്ട് മോശം റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ അകത്ത് കോക്ക് പറഞ്ഞിരിക്കുന്നത് പെട്ടിയോട്ടോ നിർഗുണ നിർവികാര പടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭീഷ്മേൻ്റെ ഗതി തന്നെയാണ് ഈ പടത്തിനും വരാൻ പോകുന്നത്. അതായത് അസാധ്യമായിട്ട് ചിലപ്പോൾ ഇതങ്ങ് കത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ സിനിമയിൽ കത്തി കയറണം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള ബജറ്റ് ഉണ്ട്, ഒരുപാട് ബജറ്റ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കയറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിരുന്നേ. അപ്പോൾ ഏതായാലും കോക്ക് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഞാൻ മുഴുവനൊന്നും കേൾപ്പിക്കുന്നില്ല, എന്നാലും ചില കാര്യങ്ങൾ കേട്ടോ. ഞാൻ പറയാം, പടം ആരംഭിച്ച് ഫസ്റ്റ് ഹാഫ് വാസ് വെരി ഇംപ്രസീവ്. അത് ഞാൻ പറഞ്ഞ ഈ ടെക്നിക്കൽ ക്വാളിറ്റി കൂടാതെ തന്നെ നല്ല എൻഗേജിങ് ആയിരുന്നു. ഇതിന്റെ ത്രെഡ് കൊള്ളാം, ഇതിന്റെ ബേസ് പ്ലോട്ട് കൊള്ളാം. പിന്നെ മമ്മൂക്ക തന്നെയാണ് ഉടനീളം. ഫഹദ് കുഞ്ചാക്കോ ഇടയ്ക്കിടയ്ക്ക് വന്നു, പിന്നെ ദർശന രാജേന്ദ്രൻ, രേവതി, അങ്ങനെ കുറച്ച് പേര്, പിന്നെ മറ്റേ ജെറിൻ ഉണ്ട്. അവരും ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് വെച്ചൊരു സാധനം സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയിട്ട് ശടപടപടപടപടേ എന്ന് പറഞ്ഞു പിന്നെ ഒരു മൊത്തം വീണുപോയി. അതായത് എനിക്ക് അവസാനക്കായപ്പോഴേക്കും അയ്യോ ഇതെന്തൊരു നിർഗുണ സിനിമയാണ്. അതായത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശം. നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ പോണ്ടേ, അതല്ലേ പടം. പിന്നെ ഏറ്റവും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ലാലേട്ടനെ പറ്റിച്ചതാ എന്നാ എനിക്ക് തോന്നുന്നു. മഹേഷ് ചതിച്ചതാ, മഹേഷിന്റെ പ്രതികാരം. അല്ലാണ്ട് എന്താ പറയാ, മമ്മൂക്കാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഇത് നോർത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് ചെയ്യിച്ചാൽ മതി എന്ന് അഭിപ്രായം പറഞ്ഞപ്പം എന്തിനാ ഇവിടെ നമുക്ക് ലാലില്ലേ. അല്ല, എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാലേട്ടൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നിച്ചയുണ്ട് കോക്കിന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇത്രയും വലിയൊരു സിനിമയാകുമ്പോഴേ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-18 വർഷത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നത് ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ സിനിമയുടെ കഥയോ കാര്യങ്ങളോ ഒന്നും കാണാതെ മലയാളികളായിട്ടുള്ള എല്ലാവരും പോയി കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വർഷം മുമ്പ് 2 വയസ്സുള്ള ആൾക്കാരുണ്ടാകും. അവരൊക്കെ ഇപ്പോഴും മോഹൻലാലിൻ്റെയും മമ്മൂട്ടീൻ്റെയും ഒക്കെ ഫാനായിരിക്കും. അവരൊന്നും ഇങ്ങനെ ഒരു പടം കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോഴേ. അതായത് തിയേറ്ററിൽ വന്നിട്ട് ഇത്രയും ആരവത്തോട് കൂടിയിട്ട് ഹരികൃഷ്ണൻസും 2020 ഒക്കെ നമ്മൾ ആഘോഷിച്ചതുപോലെ കണ്ടിട്ടുണ്ടാവില്ല. അവർക്കൊക്കെ കിട്ടുന്ന ഒരു വലിയ ചാൻസ് തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ചാൻസ് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം. കാരണം ഇതിൻ്റെ അകത്തെ കഥയും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്തെ കമ്പിത്തിരി ഒന്നും നോക്കണ്ട, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഇത്രയും നന്നായിട്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന 2 സൂപ്പർ സ്റ്റാറുകളെ, ആ 2 സ്റ്റാറുകൾ ഒരുമിച്ചെത്തുന്ന ഒരു വിരുന്ന് എന്ന നിലയിൽ നമ്മൾ പോയിട്ട് അത് കാണുക. അതാണ് വേണ്ടത്. ഇനി കോക്ക് പറയുന്ന അടുത്ത കാര്യങ്ങൾ, കോക്കിൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടനെ സൈഡാക്കിയിട്ടുണ്ട്. അതായത് ലാലേട്ടന് കൊടുത്തിരിക്കുന്നത് വലിയ റോളൊന്നുമല്ല, ചെറിയ ഏതൊരു റോള് കൊടുത്തതാണ്. ഏതായാലും അടുത്ത കാര്യം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന്
ഈ നിർഗുണ സിനിമയിൽ ഏറ്റവും നിർഗുണ ക്യാരക്ടർ ലാലേട്ടന്റെ. ഒന്നാമതേ നമ്മൾ കണ്ടാണ് ലാലേട്ടൻ ഒരു കാലില്ല. അപ്പോ ലാലേട്ടൻ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ ലാലേട്ടൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയാനുള്ളൂ. ലാലേട്ടന്റെ സിനിമയല്ല, അതും പറ്റിച്ചതാ. മൾട്ടി സ്റ്റാർ പടം നല്ലത്. ഇത് മമ്മൂക്ക സിനിമയാണ്. അപ്പൊ അതില് ലാലേട്ടൻ ഒരു ക്യാരക്ടർ റോൾ കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭയങ്കര ഡെപ്ത് ആയിരിക്കും ഉദ്ദേശിച്ചത്. അതായത് മിക്ക സിനിമകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തെങ്കിലും ഒരു കുറവുള്ള ഒരാള്, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാള്, അപ്പൊ നമുക്കതിൽ എക്സൈറ്റ്മെന്റും നമുക്ക് ഇയാളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ആ സാധനം മീറ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ഒരാള്, അങ്ങനെ. അതുപോലെയാണ് ഇതിൽ കാലില്ലാത്ത ഒരാൾ. അപ്പൊ അതൊരു ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഓൾറെഡി വയ്യാത്തൊരു കഥാപാത്രം എഴുതി വെച്ചിട്ട് കാലും ഇല്ല, എന്നിട്ട് ലാലേട്ടനെ കൊണ്ടുവന്ന് പറഞ്ഞയച്ച രീതി എന്റെ പൊന്നെ. കൂടുതലായിട്ട് ആ ഏരിയ പറയുന്നില്ല. കാരണം നമ്മുടെ കോക്കണ്ണിന് എന്താണെന്നറിയില്ല, ലാലേട്ടൻ വലിയ പ്രശ്നം തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് കോക്കിന്റെ അഭിപ്രായം മാത്രമാണ്, അതല്ലാതെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനല്ല. പിന്നെ കോക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ കോക്കിനെ നമ്മളെല്ലാവരും കൂടി അങ്ങ് കലരേണ്ട ആവശ്യമില്ല. അയാളുടെ റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. കോക്കിനൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്താനൊന്നും ഒരുത്തനും ഉണ്ടാവില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു റിവ്യൂ പറഞ്ഞാൽ മാത്രമേ ഭീഷണിപ്പെടുത്താൻ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മളെ സ്റ്റീപ്പേട്ടനാണ് വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങ് വിട്ടെ. ഏതായാലും ലാലേട്ടന് ഒരു കാലുമില്ല, ലാലേട്ടനെ ചതിച്ചു എന്നൊക്കെയാണ് കോക്കണ്ണൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മഹേഷ് നാരായണൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വലിയ പ്രൊജക്റ്റുകൾ കയ്യിലെടുക്കുമ്പോഴേ, ഇപ്പോൾ ടേക്ക് ഓഫ് പോലെയുള്ള അല്ലെങ്കിൽ ഉയരെ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സിനിമകളെ നമുക്ക് തന്നൊരു വ്യക്തിയാണ് മഹേഷ് നാരായണൻ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്ററെ അല്ലെങ്കിൽ ഈ എഡിറ്റർ, ഈ പിന്നെ ഒരു സംവിധായകനിൽ ഒരുപാട് പ്രതീക്ഷ നമുക്കുണ്ട്. ആ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമക്ക് പോകുന്നതും, അല്ലാതെ വേറെയൊന്നുമല്ല. ഇങ്ങേരുടെ ആ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ തന്നെയാണ് നമ്മളെ തിയേറ്ററിൽ എത്തിക്കുന്നത്. അത് മനസ്സിലാക്കണം. എന്നെ മാത്രമല്ല, ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നല്ല രീതിയിൽ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ മഹേഷ് നാരായണൻ. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ നെഗറ്റീവ് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കോക്കിൻ്റെ റിവ്യൂവിന് പോകുന്നത്. കോക്ക് ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സംവിധായകനായാലും നിർമ്മാതാവായാലും ഇവരൊക്കെ ഒരു കേൾക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചില തരത്തിലുള്ള ഒരു പേഴ്സണൽ ഇത് വെച്ച് പറയും. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇനി ബാക്കി കോക്കൺ എന്താ പറയുന്നേ, മനസ്പോയിലറാണ്. എന്നിരുന്നാൽ കൂടെ ഓക്കെ, മമ്മൂക്കെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിയാം. പിന്നെ ഓൾറെഡി ഈ പടത്തിൽ അദ്ദേഹത്തിന് ക്ഷീണിച്ചിരിക്കുക. എന്നാലും ലാലേട്ടന് ഒരു കാലുള്ള കഥാപാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് 2 ഫൈറ്റിങ്ങിലും കാണായിരുന്നു. ഇത് അതുമില്ല. അതായത് ഒരു വോ ഫാക്ടറും ഇല്ല, ഒരു എലവേഷനും ഇല്ല. അപ്പോ എന്താണ് ഇത്? അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് അല്ല. പിന്നെ ഇത്രയും പൈസയും കൊടുത്തിട്ട് പിന്നെ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റാ ഇവർ ഉദ്ദേശിക്കുന്ന? പിന്നെ വല്ല ഡോക്യുമെന്ററി വല്ല ടൊവിനോ തോമസനോ പിടിച്ച് അഭിനയിപ്പിച്ച് പടമെടുത്താൽ പോരെ? ഇത്രയും ആൾക്കാരെ പിടിച്ചു കൊണ്ടുവന്നില്ല ലാലേട്ടൻ എസ്പെഷ്യലി. എന്ത് കാര്യത്തിന്? മടുത്തുപോയി പടം കണ്ടിട്ടേ. അതല്ലേ ഫസ്റ്റ് ഹാഫ് ഓക്കെ. അല്ലെങ്കിലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയ്ക്കും അതുപോലെ ലാലേട്ടനൊക്കെ നമ്മൾ ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന പടം മാത്രമേ നമുക്ക് ശരിയാവുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ പണ്ടത്തെ മേജർ മഹാദേവൻ വന്നിട്ട് ഇപ്പോൾ ഇരുന്ന് ഉരുണ്ട് കളിച്ചു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ആർക്കും വേണ്ടാതൊന്നും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ മേജർ മഹാദേവനെ അല്ലെ മറ്റുള്ളവരെയൊന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? അതുകൊണ്ടാണ് പറയുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊന്നും പോയിട്ടൊന്നും കളിക്കരുത്. ഇപ്പം നമ്മൾ അന്ന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ഓടിയതാണ്. നമ്മൾ അത് ആലോചിക്കണം നിങ്ങൾ. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബലൂൺ പോലെയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അയാളായാലും ബിസിനസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ജനങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നും കളിയൊന്നും മാറ്റണം. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും തുറന്ന് പറയണം, വേണ്ടടോ അതൊന്നും വേണ്ട, ഇനി ഇന്റർനാഷണൽ ലെവലൊക്കെ നമുക്ക് പിന്നെ പിടിക്കാന്ന് പറയണം. അതാ വേണ്ടത്. നിങ്ങളൊന്നും വേണ്ട, 4 പ്രവാസികളുടെ കഥ പറഞ്ഞാൽ മതി, സൂപ്പർ ഹിറ്റായിരിക്കും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ബജറ്റും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കൊണ്ടുപോയിട്ട്, അതുപോലെ ഫഹദ് ഫാസിലിനെയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് ആ മരുഭൂമിയിൽ ഇറക്കി വിട്ടിട്ട് ഒരു 4 പ്രവാസികളുടെ കഥ പറഞ്ഞിരുന്നുവെങ്കിൽ അതിലും നല്ല സൂപ്പറായിട്ട് വരുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് മലയാള സിനിമയിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യം, നമ്മളെല്ലാം ദുരന്തർ പോലെയുള്ള സിനിമകളെല്ലാം വിജയിപ്പിക്കുവേ, പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ ഇങ്ങനെ കുറ്റവും പറയും. അതും ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. അങ്ങനെ കുറ്റം പറയാനും പാടില്ല. കുഴപ്പമില്ലല്ലോ, പരിപാടി കുഴപ്പമില്ലല്ലോ, നല്ല എൻഗേജിങ് ആയിരുന്നു. ക്ലൈമാക്സ് എന്നല്ല പറഞ്ഞു കഴിഞ്ഞാല് പൂത്തിരി ക്ലൈമാക്സ്. അത് കുറെ ആൾക്കാർ കമ്പിത്തിരിയും കത്തിച്ച് ഓടുന്നു, തെലുങ്ക് പടത്തിലൊക്കെ ഉള്ള പോലെ. ഇവർക്ക് ഇവിടെ നിന്ന് എത്രയും കമ്പിത്തിരി കിട്ടിയ എനിക്കറിയാം. എന്തോ കമ്പിത്തിരി കത്തിച്ചോടാനാ?
കമ്പിത്തിരി കത്തിച്ചോടുന്ന ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പടത്തിൽ രംഗമുണ്ടെങ്കിൽ എന്തോടെ ഇത് നേരാണോ ഇത്? ഞാൻ സിനിമ കണ്ടില്ലട്ടാ, ഞാൻ സിനിമ കാണാൻ പോന്നേ ഉള്ളൂ. എനിക്ക് സിനിമ കണ്ടിട്ട് വേണം ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് റിവ്യൂ ഇങ്ങനെ കാണലാണ്. ആരൊക്കെ നല്ല റിവ്യൂ പറയുന്നുണ്ട്, ആരൊക്കെ മോശം റിവ്യൂ പറയുന്നുണ്ട് എന്നൊക്കെ കാണലാണ്. കുറെ ആൾക്കാർ ബൈക്കിൽ കമ്പിത്തിരി ചുറ്റിയിട്ട് ഇങ്ങനെ കൈപ്പിടി ചുറ്റിയിട്ട് കുറെ, അത് 100 കണക്കിന് കമ്പിത്തിരി. ഇവരെന്തിനാ കമ്പിത്തിരി കൊണ്ട് അവിടെ പോയത് നീ മനസ്സിലായിട്ടില്ല. പിന്നെ ഫഹദിന് എന്തോ മൂട്ടിന് തീ പിടിച്ച പോലെ ഫഹദ് ഇതിൽ മൊത്തം. ഫഹദ് ഇങ്ങനെ ഓടിക്കളിക്കാം, ഓക്കെ ഹൈപ്പർ ആയിരിക്കാം. ഫഹദ് ഇങ്ങനെ ഓടാ ഓട്ടം. ഉഞ്ചാക്കോ ഇതുപോലെ തന്നെ എന്തോ ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു തണുപ്പൻ ക്യാരക്ടർ. നയൻതാരക്ക് എന്തിനാ വന്നത്, എന്തിനാ പോയി എനിക്ക് മനസ്സിലായില്ല. നയൻതാരക്ക് ഇതിൽ സംസാര ശേഷി ഉണ്ട് മനസ്സിലാവാൻ തന്നെ അപൂർവം. നയൻതാരൊക്കെ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മളെ മലയാളത്തിലെ 10 നടിമാരെ കൊണ്ടുവരായിരുന്നു. അപ്പൊ ചോദിക്കും നയൻതാരക്ക് കിട്ടുന്ന ഐപ്പ് കിട്ടുമെന്ന്. എന്താ നയൻതാരക്ക് ഇവിടെ പാർവതി തിരുവോത്തിനെയോ ഇല്ലെങ്കിൽ മഞ്ജു വാര്യരെയോ അങ്ങനെ ആരെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല ഹൈപ്പ് കിട്ടത്തില്ലേ? പിന്നെ ഇവരെന്തിനായി എങ്ങനെ തോണ്ടി പിടിക്കാൻ പോയി ആയിരിക്കറിയാം. വല്ലപ്പോഴും ഡയലോഗ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സിനിമ മതി. ഇനി ഞാൻ പോയി സിനിമ കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ സിനിമ കണ്ടിട്ട് പോയിട്ട്. കാരണം കൂടുതൽ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതാണ് കാരണം. ഇതിങ്ങനെ വെറും മോശം തന്നെ പറഞ്ഞുകൊണ്ടെന്ന് ഏതായാലും ടിക്കറ്റിന് പൈസ പോയില്ലേ? ടിക്കറ്റ് ഏതായാലും എടുത്തു പോയായിരുന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ടിക്കറ്റും എടുത്ത അവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കണ്ടേ തീരുവായിരുന്നു. അപ്പോൾ സിനിമ പോയി കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി റിവ്യൂവിൽ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കോക്കണ എന്നാ പറയുന്നത്, എന്നിട്ട് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും പോയിട്ട് സിനിമ കാണാത്തവരെല്ലാം കാണണ്ടേ. 100-400 കോടി രൂപ മുടക്കിയല്ലേ, എന്തെങ്കിലും ആയിട്ടായിരുന്നു.